നമസ്കാരം. SP വിഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഒട്ടേറെ ചടങ്ങുകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പയ്യന്നൂർ അമ്പലത്തിൽ വന്നും പോയുമിരിക്കുന്ന ആ ക്ഷേത്രത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഭക്തജനങ്ങൾക്ക് അത്രയൊന്നും അറിവില്ലാത്ത, ഒരുപക്ഷെ പരിചയമില്ലാത്ത, അവരൊരു പക്ഷെ കണ്ടിരിക്കാനിടയില്ലാത്ത ഒരു അനുഷ്ഠാനമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ മാസവും സംക്രമ ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ ശനിയാഴ്ച പയ്യന്നൂർ അമ്പലത്തിൽ നടക്കുന്ന ശാസ്താപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ് പുറവിളക്ക് എന്നറിയപ്പെടുന്നത്. എല്ലാ മലയാള മാസവും ഈ ചടങ്ങ് പയ്യന്നൂർ അമ്പലത്തിൽ നടന്നു വരുന്നുണ്ട്. പറ്റാത്തടത്തിൽ തറവാട്ടുകാർക്കാണ് ഈ പുറവിളക്കിനുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള അവകാശം. പാരമ്പര്യമായി അവർക്കാണ് അതിൻ്റെ അവകാശം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വേനൽക്കാലം വരുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ മേടം 26-ാം തീയതി, കുറച്ചുകൂടെ വിശാലമായിട്ട് അയ്യപ്പന്റെ ഉപദേവാലയത്തിന് മുന്നിൽ എഴുന്നള്ളിച്ച പുറവിളക്ക് എന്ന പേരിൽ ഒരു വലിയ രീതിയിൽ തന്നെ ഈ അനുഷ്ഠാനം നടക്കുന്നുണ്ട്. ശാസ്താപ്രീതി മാത്രമല്ല അവിടെ ലക്ഷ്യം. വരുന്ന മഴക്കാലം, വർഷകാലം നന്നായിരിക്കണമേ, ജനങ്ങൾക്ക് നല്ല രീതിയിൽ മഴ ലഭിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഈ എഴുന്നള്ളിച്ച പുറവിളക്കിന്റെ ഒരു സത്ത എന്ന് പറയുന്നത്. കാരാളന്മാരിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള കരിപ്പത്ത് തറവാട്ടുകാർക്കാണ് ഈ എഴുന്നള്ളിച്ച പുറവിളക്കിനുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള അവകാശം. അത് സത്യത്തിൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. പയ്യന്നൂർ അമ്പലത്തിലെ ഈ അയ്യപ്പന്റെ ഉപദേവാലയത്തിന് ചുറ്റും ഉള്ള പ്രദക്ഷിണമാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള തേങ്ങാക്കല്ലില് ഉടച്ച് ഇളനീരതിലൊടുക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. തേങ്ങാക്കല്ലിൽ പൊട്ടി വീഴുന്ന ഇളനീര് വരാനിരിക്കുന്ന മഴക്കാലത്തെയാണ് സ്വാഗതം ചെയ്യുന്നത്. നല്ല ഒരു വർഷകാലം, നല്ല ഒരു മഴക്കാലം ലഭിക്കാനുള്ള പയ്യന്നൂർ പെരുമാൾക്ക് മുന്നിലുള്ള, അല്ലെങ്കിൽ ശാസ്താവിന് മുന്നിലുള്ള നാട്ടുകാരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ എഴുന്നള്ളിച്ച പുറവിളക്ക്.